സോ ഹേ വാട്ട്സ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഗെയിം പ്ലേ വീഡിയോ ഓഫ് ഫ്രീ ഫയർ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഒരു യൂറോപ്യൻ സെർവറിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിനകത്ത് നമ്മൾ എന്തിട്ടൊക്കെ ഈവൻറ്റ് വന്നു നോക്കാം. പിന്നെ നമ്മുടെ ബെർമുഡ മാപ്പിൽ എന്തൊക്കെ വ്യത്യാസം വന്നിട്ട് നോക്കാം. നമ്മുടെ ക്ലോക്ക് ടവറിനകത്ത് മെയിനായിട്ട് വ്യത്യാസം വരുന്നുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ക്ലോക്ക് ടവറിൽ പോയിട്ട് ഇറങ്ങാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ അക്കൗണ്ട് ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് യൂറോപ്യൻ സെർവറിലുള്ള ആ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് എനിക്ക് ചെറിയൊരു സീനുണ്ട്. എൻ്റെ നെറ്റ് റീചാർജ് ചെയ്തിട്ടുണ്ടേ, പക്ഷേ ഇപ്പോൾ ഡെയിലി ഡാറ്റ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ലോഗിൻ ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ ഫയറിലാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു ഇത് ചെറിയ വ്യത്യാസം വന്നതിന് ശേഷം ഇപ്പോൾ ഒരു ഡെയിലി ഡാറ്റ കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഇത്തിരി സമയം പിടിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗെയിമിൽ ലോഗിൻ ആയി കഴിഞ്ഞു. പിന്നെ ഗൈസ് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഹോളി ഈവൻ്റാണ് നടക്കണത്. പക്ഷേ ബാക്കിയുള്ള സെർവറിൽ റംസാൻ ഈവൻ്റാണ്. അപ്പോൾ അത് കാരണോട് നമ്മുടെ ലോബി ഇപ്പോൾ ഇങ്ങനെയും മാറും റംസാൻ ഈവൻറ്റിൻ്റെ സമയത്ത്. അതെ ഗൈസ്, റംസാൻ ആ ഒരു ഈവൻ്റാണ്. നമ്മുടെ ഒരു എലി ചന്ദ്രനെ പാതി കഴിച്ചിട്ട് ആ ചന്ദ്രൻ്റെ മുകളിൽ നക്ഷത്രം വരുന്നതാണ്. അപ്പോൾ ആ ഈവൻ്റ് നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഹോളി നടക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം സെർവറിൽ നമ്മുടെ റംസാൻ ഈവൻ്റാണ്. അപ്പോൾ ഞാൻ നെയിം ചേഞ്ചിങ് കാർഡ് ഈ അക്കൗണ്ടിൽ മുമ്പ് നെയിം ചേഞ്ചിങ് കാർഡ് എനിക്ക് കിട്ടിയിരിക്കണ്ടേ. അപ്പോൾ ആ നെയിം ചേഞ്ചിങ് കാർഡ് കൊണ്ട് ഞാൻ ഇപ്പോൾ പേര് മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇടാൻ പോകുന്ന പേരാണ് ജോൺ EXE എന്ന്. അപ്പോൾ അങ്ങനെ ഗൈസ് ഞാൻ ഗെയിമിലെ പേര് മാറ്റി ജോൺ EXE എന്നാക്കി. അപ്പോൾ നമുക്കൊരു BR പോയി നോക്കാം. ഇപ്പോൾ തന്നെ ഞാൻ ഈ റാങ്ക് സിസ്റ്റം അൺലോക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ അത്ര ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, കാരണം ഞാൻ ഇപ്പം തന്നെയല്ല തുടങ്ങിയത്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ നില്ല അക്കൗണ്ടിൽ. അപ്പോൾ ഞാൻ BR സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നേരെ ക്ലോക്ക് ടവറിൽ പോയി ഇറങ്ങാം. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ക്ലോക്ക് ടവറിൽ പോയി ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോക്ക് ടവറിൽ വന്ന വ്യത്യാസം. പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല വ്യത്യാസങ്ങൾ. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ ഇത് ലൂട്ട് എടുത്തൊരു P90 ഒക്കെ സെറ്റ് ചെയ്തു. എനിമീനെ മാത്രം കിട്ടാണല്ലോ. പക്ഷെ ആകെ ഒരു പ്രശ്നമുള്ളൂ, ഒക്കെ ബോട്ടുകളായി സെർവറിൽ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു എനിമി ഇറങ്ങി. അപ്പോൾ ആ എനിമീനെ ഫസ്റ്റ് തന്നെ കുത്തി പിടിച്ച് നോക്കാക്കിട്ടു. നോക്കാക്കല്ല, നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെ ഇവിടെ MP5 ഉണ്ട്, പക്ഷെ MP5 എടുക്കില്ല. XM8 വെച്ച് ഒരുത്തിന് ഡാമേജ് കൊടുക്കണം. അതോ വേണോ വേണ്ടേ? കുഴപ്പമില്ല, കൊടുത്തേക്കാം. അപ്പം അങ്ങനെ താഴേക്ക് ചാടി XM8 വെച്ച് കുറച്ച് ഡാമേജ് കൊടുത്തു, പക്ഷെ കൊണ്ടില്ല. അപ്പോൾ ഞാൻ ഈ കത്തി വെച്ച് കൊടുത്തു. അപ്പോൾ കത്തി വെച്ച് 90-ന് കയറി ആ എനിമി കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ 2 കില്ല് ഇപ്പോൾ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ P90 കളഞ്ഞ് ഇപ്പോൾ ഈ M8 എടുത്തു. അപ്പോൾ ഗൈസ് നമ്മുടെ ക്ലോക്ക് ടവറിനകത്ത് ഞാൻ എപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ തുടക്കത്തിൽ ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞു, പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഈ ക്ലോക്ക് ടവറിന് ഇപ്പോൾ ക്ലോക്ക് വെച്ചു എന്ന് ഇവര്. നമ്മുടെ ഈ ബിൽഡിങ് മാറ്റിയത് എനിക്ക് ഇഷ്ടമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെ 8 കില്ല് എടുത്തു. അപ്പോൾ നമ്മുടെ 9ാമത്തെ എനിമി ഇതേ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കണു. അത് എന്നെ ഫ്ലാഗർ വെച്ച് കുറേ നേരം ഡാമേജ് തരാൻ നോക്കിയാൽ. അപ്പോൾ അതിനെ ഞാൻ എടുത്തു. ഓരോ ഗൈസ് എൻ്റെ ബാക്കിൽ എനിമിയുടെ ഫ്ലാഗർ കൊണ്ടിപ്പോൾ എൻ്റെ പിന്നാലെ തീ പിടിച്ചു കൊണ്ടിരിക്കുക. അതിപ്പോൾ വല്ലാത്ത ഒരു കോമഡി ഓവർ സാധനമുണ്ട്. ഈ സാധനം മുമ്പത്തെ അപ്ഡേറ്റ് ഉണ്ടായതാണോ അതോ ഈ അപ്ഡേറ്റ് തൊട്ടുള്ളതാണോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ എന്തായാലും ഈ സാധനം സാധനമുണ്ട്. നമ്മൾ വല്ല എനിമിക്ക് ഡാമേജ് കൊടുക്കുമ്പോൾ ഫ്ലാഗർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു തീയുടെ എഫക്റ്റ് വരുമെന്നാണ് എനിക്ക് സംശയം. അപ്പോൾ ഗൈസ് ഞാൻ സോൺ ഡാമേജ് എടുത്ത് നല്ല ഡാമേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബോട്ടുകളുടെ ഒപ്പം ഉള്ള കളിയിൽ ഞാൻ ചത്തേ എനിക്ക് ഭയങ്കര നാണക്കേടൊക്കെ ആയിരിക്കും. കാരണം ഞാൻ പരമാവധി ചാവാണ്ട് വെക്കാം. എൻ്റെ പൊന്നു ഗൈസ്, ഈ എനിമി എന്തോരം എനിക്ക് ഡാമേജ് ഒന്ന് 20 HP ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഗൈസ് ഞാൻ പെട്ടെന്ന് കുറച്ച് കില്ലെടുത്ത് കുറേ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ എനിമിനെ ഞാൻ കുറേ നേരം വൺ ടാപ്പ് അടിക്കാൻ നോക്കണം, പക്ഷെ എനിക്ക് പറ്റണില്ല. അപ്പോൾ ഞാൻ അതിനെ കുത്തി പിടിച്ചു.
അങ്ങനെ ഗൈസ് 17 കിലോടെ നമ്മൾ ബൂയ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 98+ കിട്ടി. സാധാരണ ബിയറിലൊക്കെ നമുക്ക് 50 വരെ കിട്ടുള്ളൂ, ഇതിനകത്ത് 98+ കിട്ടി. അപ്പോൾ ഗൈസ് ഞാൻ ഗെയിമിനകത്ത് ഈവൻറ്റ് എന്തിട്ടൊക്കെയാന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈവൻറ്റ് ഞാൻ നോക്കിയപ്പോൾ ബൂയ പാസിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈവൻറ്റ് സെക്ഷനകത്ത് പോയിപ്പോൾ റംദാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് റംദാൻ 2025 എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് നമുക്ക് 15 ടോക്കൺ കിട്ടി കഴിഞ്ഞാൽ ഒരു സ്പിൻ നടത്താം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 15 ടോക്കണില്ല. അപ്പോൾ 15 ടോക്കൺ ആകുമ്പോൾ സ്പിൻ നടത്താമെന്ന് വെച്ചേക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു ബണ്ടിലാണിത്, കുഴപ്പമില്ല, നല്ല ബണ്ടിൽ തന്നെയാണ്. ഈ ബണ്ടിൽ നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടണ ബണ്ടിലാണ്. മാസ്ക്, പിന്നെ തലയിൽ വെച്ചാണ് ഷാള്, പാൻറ് ഒക്കെ കുഴപ്പമില്ല, ഒക്കെ നല്ല സാധനം. നമുക്ക് പുതിയ ബണ്ടിലിൻ്റെ ഒപ്പം തന്നെ ഒരു ലൂട്ട് ബോക്സും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ടൈമറിൻ്റെ ഒരു ലൂട്ട് ബോക്സ് ആണ്, അതും കുഴപ്പമില്ല, ഒരു നല്ല സാധനം തന്നെയാണ്. പിന്നെ നമുക്കൊരു വോയിസ് പാക്ക് റംദാൻ മുബാറക് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ലോഡ് ഔട്ടൊക്കെ അതൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് റാങ്ക് ബ്രേക്ക് അങ്ങനെ ഇതിട്ടാണ് ഞാൻ വായിച്ചു നോക്കണല്ലേ. പിന്നെ ഇതൊക്കെയാണ് ഈവൻ്റ്. റൂം കാർഡൊക്കെ കിട്ടും നമുക്ക് ഇതിനകത്ത്. പിന്നെ നമുക്ക് ഒരു ഡയമണ്ട് വൗച്ചർ മാത്രം കിട്ടുള്ളൂ. നമ്മൾ സിംഗിൾ ആയിക്കാറുണ്ട്, നമുക്ക് സിംഗിൾ മാത്രം കിട്ടുള്ളൂ. നമുക്ക് ഡയമണ്ട് വൗച്ചറിൻ്റെ ഒപ്പം ഒരു പുതിയൊരു ബാക്ക് പാക്കിൻ്റെ സ്കിൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് പാക്കിൻ്റെ സ്കിൻ ഇതാണ്, കുഴപ്പമില്ല, എന്നാലും അടിപൊളി തന്നെയാണ്. ഞാൻ എല്ലാ നേരം കുഴപ്പമില്ല അങ്ങനെ തന്നെയാണല്ലോ പറയണേ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഡയമണ്ട് വൗച്ചർ വെച്ചിട്ട് എന്തിട്ട് റിവാർഡാണ് കിട്ടാൻ നോക്കാം, എന്തിട്ടിൻ്റെ സ്പിന്നാണ് ഉള്ളതെന്നൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ടോക്കൺ സ്പിന്നിനകത്ത് 2 P90യുടെ സ്കിന്നും പിന്നെ 2 ഡെസേർട്ടിൻ്റെ സ്കിന്നും, ബാക്കിയുള്ളവർക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം അടിക്കും, അത് ഉറപ്പാണ്. പക്ഷെ നമുക്കൊക്കെ അത്ര ഭാഗ്യമില്ല, 2 അങ്ങനെ അടിക്കാൻ സാധ്യതയില്ല. നമ്മുടെ ഈ 2 P90യുടെ പേരും ട്യൂൺ ബ്ലാസ്റ്റ് തന്നെയാണ്. അതിൻ്റെ ഡാമേജ് ആട്രിബ്യൂട്ട്സ് കുഴപ്പമില്ല. പിന്നെ ഇത് ഡെസേർട്ടാണ്, അതിൻ്റെ ആട്രിബ്യൂട്ട്സും ഇതൊന്നും കുഴപ്പമില്ല. ഒരെണ്ണം ഫിഷിൻ്റെ ഉണ്ട്, ഇത് കുഴപ്പമില്ല, എന്നാലും നല്ലത് തന്നെയാണ്. ഇത്തിരി ഒരു ഭംഗിയുണ്ട് എന്നാലും ഫിഷിൻ്റെ ഒരു ഡെസേർട്ട് കാണാൻ. എനിക്ക് അതിൻ്റെ ഒരു ബെസ്റ്റ് ആനിമേഷനായിട്ട് തോന്നിയേക്കണത് അതിൻ്റെ മുകളിലുള്ള മറ്റേ ഈ ഉപ്പിടുന്ന ഒരു ആനിമേഷനാണ്. അതൊരു പ്രത്യേകപ്പെട്ട ആനിമേഷനായി. ഗൈസ് നമ്മൾ ഫ്രീ ഫയറിനകത്ത് ന്യൂ ആയിട്ട് വരുമ്പോൾ നമുക്ക് പണ്ട് അത്ര ഇത് കുറേ സാധനങ്ങളൊന്നും കിട്ടാറില്ല. ഇപ്പോഴത്തെ ഒരു ഇതിനകത്ത് നമുക്ക് നെയിം ചേഞ്ചിങ് കാർഡൊക്കെ വരെ കിട്ടുന്നുണ്ട് ന്യൂ പ്ലേയേഴ്സിന്. പക്ഷെ നമുക്കും അത്രയും കിട്ടിയില്ല, അതൊരു മര്യാദയില്ലാത്ത പരിപാടിയായി. പിന്നെ ലെവൽ 6 അലൂക്ക്, ലെവൽ 2 നെയിം ചേഞ്ചിങ് കാർഡ്, പെറ്റ് ഗൺ സ്കിൻ ബണ്ടിൽസ്, പിന്നെ ഗൺ സ്കിൻ, അതൊക്കെ ഇതൊരു മര്യാദയില്ലാത്ത പരിപാടി പോയി ഗരീനക്കാരുടെ. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഗെയിമിലെ കലണ്ടർ ഒന്നും നോക്കില്ല, ഇത് ഈവൻറ്റ് കലണ്ടർ. അപ്പോൾ നമുക്ക് ഈ ഈവൻറ്റ് കലണ്ടറിനകത്ത് മാഗിൻ്റെ സ്കിൻ, സൈത്തിൻ്റെ സ്കിൻ, പിന്നെ മാജിക് ക്യൂബ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ടീഷർട്ട് എന്തിട്ടാണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ബാനറും അവതാറും കിട്ടും. അവതാറാണത് വോയിസ് പാക്കാണോന്ന് അറിയില്ല, എന്നാലും കിട്ടുന്ന റിവാർഡ്സ് ഒക്കെ നല്ലതായിരിക്കും. പിന്നെ ഗൈസ് നമ്മുടെ വീഡിയോനകത്ത് മെയിൻ കാര്യം ഇതായിട്ടും പറഞ്ഞില്ലേ, 540 സബ്സ്ക്രൈബർ എത്തിച്ചു കഴിഞ്ഞാൽ ഞാനൊരു റെഡീം കോഡ് ഗിവ് അവേ നടത്തും. അപ്പോൾ എന്നെ 540 സബ്സ്ക്രൈബറിനകത്ത് എത്തിക്കുക, അതും ഈ കൊല്ലത്തിൽ തന്നെ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടിൽ ദെൻ ബൈ.